ഗുഡ് മോർണിംഗ്. അപ്പോൾ 14ാമത്തെ ലെസൺ മഞ്ഞക്കിളി. പഞ്ഞിയും തൂവലും പായലും വൈക്കോലും പഞ്ഞത്തിൽ തുമ്പും തുരുമ്പും തേടി ദ്രാവക നൂലിലാലാവകയൊക്കെയുമാവതും ഭംഗിയായി ചേർത്തിണക്കി. നാളുകൾ നാലുകൊണ്ടമ്പഴക്കൊമ്പത്ത് മാളിക തീർത്തുപോയി മഞ്ഞക്കിളി. ഉൾപ്പെടും വാസനയുത്സാഹം കൊള്ളവേ കുപ്പയിൽ നിന്നൊരു കൂടുപൊങ്ങി. വെള്ളതേപ്പെന്തിന് ഭദ്രമീ കൂടിൻ്റെ ഉള്ളറായമ്മ തന്നുള്ളുപോലെ. മിന്നാമിനുങ്ങും വിളക്കിനില്ലന്തിയിൽ എന്നാലും ശോഭനമീ ഭവനം. കൂട്ടരെ നോക്കുവിന്നമ്പഴക്കൊമ്പത്തെ കൂട്ടിലെ പൈങ്കിളി മുട്ടയിട്ടു. എന്തു മെഴുമെഴുപ്പെന്തു മുഴുമുഴുപ്പെന്തൊരു കൊച്ചു രസക്കുടുക്ക. മുട്ടകളല്ലിവ ആനന്ദപ്പാൽക്കടൽ മുത്തുകൾ തന്നെയാണെന്നു തോന്നും. അമ്മക്കിളിയുടെ കണ്ണും കരളുമാണിമ്മുട്ട മുട്ടയുടച്ചിടൊല്ലേ. നോമ്പുകൾ എത്ര നാൾ നോക്കണമീ വിത്ത് കൂമ്പെടുത്തിടാനീ കൊച്ചു പക്ഷി. കൂട്ടിലമർന്നുതൻ കൊക്കു പുറത്തേക്ക് നീട്ടി മിഴീണ പൂട്ടിടാതെ. പ്രാർത്ഥന ചെയ്യുന്നു പാവമീ പെൺകിളി പാത്തു ചെന്നാരും പിടിച്ചൊടല്ലേ. വാത്സല്യ ചൂടിനാൽ നീറട്ടെ മുട്ടകൾ വാരുറ്റ തങ്കക്കൊടികളാവാൻ. അപ്പോ വൈലോപ്പിള്ളിയുടെ മഞ്ഞക്കിളി എന്ന ഒരു പാട്ടാണ് നമ്മളിപ്പോൾ പഠിച്ചത് അല്ലേ. വൈലോപ്പിള്ളി ശ്രീധരമേനോനെ പറ്റി പറഞ്ഞു. അദ്ദേഹത്തിന്റെ പ്രശസ്തമായ കൃതിയാണ് മാമ്പഴം എന്ന് പറഞ്ഞു അല്ലേ. ഓക്കെ, അപ്പോൾ മാമ്പഴം എന്ന കവിതയിലൂടെ ഏറെ അറിയപ്പെട്ട കവിയാണ് വൈലോപ്പിള്ളി എന്നൊക്കെ നമ്മളന്ന് സംസാരിച്ചതാണ്. ഈ പാഠഭാഗം നല്ല ക്ലിയർ ആയി പറഞ്ഞു തന്നെയാണ്. എല്ലാവർക്കും ക്ലിയർ ആണോ? ഓക്കെ, അപ്പോ അമ്പഴക്കൊമ്പത്ത് നാളുകൾ 4 ദിനം കൊണ്ട്, അതായത് 4 ദിവസം കൊണ്ട് അമ്പഴക്കൊമ്പത്ത് വളരെ ഭംഗിയായ മനോഹരമായ ഒരു ക്ലാസ്സിൽ ഉണ്ടാവണം എല്ലാ ദിവസവും. ഓക്കെ, അപ്പോ ആരുണ്ടാക്കി? മഞ്ഞക്കിളി ഉണ്ടാക്കി അല്ലേ. 4 ദിവസം കൊണ്ട് വളരെ മനോഹരമാർന്ന ഒരു കൂട് ആര്? മഞ്ഞക്കിളി അമ്പഴക്കൊമ്പത്ത് ഉണ്ടാക്കി അല്ലേ. അതാണ് പറഞ്ഞത്. ജസ്റ്റ് അതുകൊണ്ടാണ് റിഹാന ഞാൻ മിസ് ഇത് പറയുന്നത്. ഓക്കെ, അല്ലെങ്കിൽ നമ്മൾ ഈ പാഠം കഴിഞ്ഞതാണ്. ഒന്നുകൂടി അത് ഞാൻ റിപ്പീറ്റ് ചെയ്യുന്നതാണ് ഇപ്പോൾ. അപ്പോൾ മനോഹര ഭവനമാണ് ആ മാളിക അല്ലെ. അമ്പഴക്കൊമ്പത്ത് ഉണ്ടാക്കിയ മഞ്ഞക്കിളി ഉണ്ടാക്കിയ കൂട് അല്ലെ. മഞ്ഞക്കിളിയുടെ കൂട് അവരുടെ മനോഹരമായ മാളിക തന്നെയാണ് അല്ലെ. അവരുടെ വീട് ഏറ്റവും നല്ലതാണ്. ഏറ്റവും ചെറുതായാലും നമ്മൾ അവനവന്റെ വീട് അവനവനൊക്കെ ഏറ്റവും വലുത് തന്നെയാണ് അല്ലെ. ചെറുതാണോ വലുതാണോ എന്നുള്ളതല്ല പ്രധാനം. ഓക്കെ, അപ്പോൾ അമ്പഴക്കൊമ്പത്ത് കലാഭംഗിയുള്ള കൂടുണ്ടാക്കുമായിരുന്നു അല്ലെ മഞ്ഞക്കിളി. പിന്നെ മഞ്ഞക്കിളിക്ക് ഇതാരും പഠിപ്പിച്ചു കൊടുത്തതല്ല, അത് സർഗവാസനയാണ്, സ്വന്തമായി ഉണ്ടായ കഴിവാണ് അല്ലെ. അപ്പൊ ജന്മവാസനയാണ് ഈ കരകൗശലം. അതാണ് പറഞ്ഞത്. പിന്നെന്താണ്? അപ്പോൾ എന്തൊക്കെ കൊണ്ടാണ് അമ്പഴക്കൊമ്പത്ത് മഞ്ഞക്കിളി കൂടുണ്ടാക്കുന്നത്? പഞ്ഞിയും തൂവലും പായലും വൈക്കോലും കൊണ്ടാണ് അല്ലേ കൂടുണ്ടാക്കിയത്. പിന്നെന്താ പറഞ്ഞ? ആവതും ഭംഗിയായി ചേർത്തിന് മനോഹരമായ കൂടാണെന്ന് പറഞ്ഞിട്ടുണ്ട് അല്ലേ. പിന്നെന്താ പറഞ്ഞേ? ഉൾപ്പെടും വാസനയുത്സാഹം കൊള്ളവേ കുപ്പയിൽ നിന്നൊരു കൂടുപൊങ്ങി അല്ലേ. എന്താ പറഞ്ഞത്? വാസനാശാലികളെ എത്ര അടിത്തട്ടിൽ ജനിച്ചവരായാലും എന്താവും? എങ്ങനെയായാലും ഒന്നും കഴിവില്ലാത്തവരായാലും എന്ത് ചെയ്യും? അവരവസാനം വാസനയുണ്ടെങ്കിൽ അവര് ഉയർന്ന് സൽകീർത്തി നേടുക തന്നെ ചെയ്യും അല്ലേ. ഇവിടെ കിളി എങ്ങനെയാണ്? ആർക്കും വേണ്ടാത്ത വസ്തുക്കൾ കൊണ്ടാണ് അവരെ കൂടുണ്ടാക്കിയിട്ടുള്ളത് അല്ലേ. ആ കൂടിന് മനോഹാരിത ഏറെ ഉണ്ടെന്നും പറഞ്ഞു അല്ലേ. ഓക്കെ, പിന്നെ എങ്ങനെയുള്ളതാണ് ആ കൂട് എന്ന് പറഞ്ഞു അടുത്തതിൽ അല്ലേ. വെള്ളതേപ്പെന്തിന് ഭദ്രമീ കൂടിൻ്റെ ഉള്ളറ അമ്മ തന്നുള്ളു പോലെ. വെള്ളതേപ്പിന്റെ ആവശ്യമൊന്നും ആ കൂടിനില്ല. പിന്നെ
സുന്ദരമാക്കേണ്ട ആവശ്യമില്ല. എന്താണ് പറഞ്ഞത്? അമ്മയുടെ ഉള്ളു പോലെ ഭദ്രമാണ് ആ കൂട് എന്നാണ് പറഞ്ഞത്. അമ്മയുടെ ഉള്ളു പ്രത്യേകിച്ച് പറയണ്ട. നമുക്ക് ഏറ്റവും സേഫായി നിൽക്കേണ്ട സ്ഥലം ഏതാണ്? അമ്മയുടെ അടുത്ത് തന്നെയാണ്. അതുകൊണ്ടാണ് അങ്ങനെ പറഞ്ഞത്. എന്ത്? അമ്മയുടെ ഉള്ളു പോലെ ഭദ്രമാണ് ആ കൂട് എന്ന്. പിന്നെന്താ പറഞ്ഞേ? മിന്നാമിനുങ്ങും വിളക്കിൽ അന്തിയിൽ. അന്തി സന്ധ്യ. സന്ധ്യക്ക് മിന്നാമിനുങ്ങ് പോലും വിളക്ക് കത്തിക്കുന്ന ഒരു പതിവുണ്ടല്ലേ, നമുക്ക് സന്ധ്യ ആകുമ്പോഴാണ് നമ്മൾ ലൈറ്റ് തെളിക്കുന്നത്. അപ്പോൾ അതുപോലും അവിടെ ആവശ്യമില്ല എന്നാ പറഞ്ഞത്. എന്താണ്? മിന്നാമിനുങ്ങിന്റെ വെളിച്ചം പോലും ആവശ്യമില്ല. എന്തുകൊണ്ടാ? എന്നാലും ശോഭനമാണ് അല്ലെ? വെളിച്ചം ഒന്നുമില്ലെങ്കിലും ശോഭനം, മനോഹരമാണ് ആ വീട് അല്ലേ? കൂട്ടരെ നോക്കുവിൻ അമ്പഴേ കൊമ്പത്തെ കൂട്ടിലെ പൈങ്കിളി മുട്ടയിട്ടു. മുട്ടയുടെ കാര്യം അടുത്ത പറഞ്ഞ പഞ്ഞക്കിളിയുടെ മുട്ടയുടെ കാര്യം. എന്താ പറഞ്ഞത്? എന്തു മെഴുമെഴുപ്പ്, എന്ത് മുഴുമുഴുപ്പ്, എന്തൊരു എത്ര നല്ല പറഞ്ഞറിയിക്കാൻ പറ്റില്ല, അത്രക്ക് ഭംഗിയാണ് അതിനെന്നാണ് പറഞ്ഞത്. മുട്ടകളല്ല ഇവ, പിന്നെന്താണ്? ആനന്ദ പാൽക്കടലാണ്. അപ്പൊ പാല് തന്നെ എന്താ എങ്ങനെയാ? വെളുത്തിട്ടാണ് അല്ലേ? അപ്പൊ സമുദ്രം അതുപോലെ സുന്ദരമാണ്. അതുപോലെ ആനന്ദം, സന്തോഷത്തിന്റെ പാൽക്കടലാണെന്നാണ് പറഞ്ഞത്. അപ്പോ അതുപോലെ എന്താ പറഞ്ഞേ? മുത്തുകള് അല്ലെ? മുത്തുകള് വില പിടിപ്പില്ല, അതുപോലെ തന്നെ തോന്നും എന്നാണ് പറഞ്ഞത്. പിന്നെന്താ പറഞ്ഞ? അമ്മക്കിളിയുടെ കണ്ണും കരളമാണ് ഇമ്മുട്ട. അമ്മയുടെ കണ്ണും കരളും അല്ലെ? നമുക്ക് ഏറ്റവും പ്രധാനമുള്ളതാണ് ഈ കണ്ണ്, കരളും ഒക്കെ. അപ്പൊ അത് ഏറ്റവും പ്രധാനപ്പെട്ട, അതുപോലെ കൊണ്ടു നടക്കുന്നതാണെന്നാണ്. അപ്പൊ അതുകൊണ്ട് ഇത് ഉടച്ചിടല്ലേ എന്നാണ് പറയുന്നത്. അപ്പൊ മുട്ടയുടെ കാര്യം എങ്ങനെയാണ്? ഒരു കൊച്ചു പക്ഷിയായി വിരിഞ്ഞ് എത്രയൊക്കെ ത്യാഗം ചെയ്തിട്ടാണ് ഒരു കുഞ്ഞു പക്ഷിയായി വിരിയുന്നതാണ് അടുത്ത വരികളിൽ പറയുന്നത്. എന്താണ് പറഞ്ഞത്? നോമ്പുകൾ എത്ര നാൾ നോക്കണം ഈ വിത്ത്. ഏത് വിത്ത്? ഏതാണ് ആ വിത്ത്? ഈ വിത്ത് കൂമ്പെടുത്തിടുവാന്ന് പറയുന്നത് മുട്ട വിരിയാൻ അല്ലേ? അതല്ലേ ഉദ്ദേശിക്കുന്നത്? അപ്പോ ഒരുപാട് നോമ്പുകൾ നോൽക്കണം, കുറേ ദിവസങ്ങൾ, കുറേ കാലങ്ങൾ കാത്തിരിക്കണം അല്ലേ ഒരു മുട്ട വിരിഞ്ഞ് അത് കുഞ്ഞു പക്ഷിയായി മാറാൻ. അപ്പോ നോമ്പുകൾ എത്ര നാൾ നോക്കണം ഈ വിത്ത് അല്ലെ? മുട്ട കൂമ്പെടുക്കാൻ, വിരിയാൻ, എന്നിട്ട് കൊച്ചു പക്ഷിയാവാൻ അല്ലേ? അപ്പൊ കൂട്ടിലമർന്നുതൻ കൊക്കു പുറത്തേക്ക് നീട്ടിമിഴീണ പൂട്ടിടാതെ അല്ലേ? കൂട്ടിലമർന്ന് മുട്ടയുടെ മേലെ അടിയിരുന്ന് ദിവസങ്ങൾ കഴിഞ്ഞാലാണ് ആ മുട്ട വിരിഞ്ഞ് കുഞ്ഞു പക്ഷിയായി വരുത്തിയിരുന്നത്. അപ്പൊ പ്രാർത്ഥന ചെയ്യുന്നു. എന്താ പാവം ഈ പെൺകിളി അല്ലെ? പെൺകിളിയാണ് മുട്ട അടയിരുന്ന് കുഞ്ഞു അമ്മ ആരാ? പെൺകിളിയാണ്. അപ്പോ പ്രാർത്ഥന ചെയ്യുന്നു, പ്രാർത്ഥിക്കുന്നു. എന്തിന്? പാത്തു ചെന്നാരും, അതെ, ഒളിച്ചു ചെന്നിട്ട് ആരും ഇതിനെ പിടിക്കല്ലേ എന്നാണ് ഓരോ അമ്മക്കിളിയുടെയും കുട്ടികളെ, അവരവന്റെ കുട്ടികളെ ആരും കാണാതെ പിടിച്ചു പോയേക്കല്ലേ എന്നാണ് ഒരമ്മക്കിളിയുടെ പ്രാർത്ഥന അല്ലേ? അതിനിപ്പോ നിങ്ങളുടെ മക്കളുടെ കാര്യത്തിലായാലും മനുഷ്യ സഹജമായാലും അങ്ങനെ തന്നെയാണ്. കിളികളുടെ കാര്യത്തിൽ മാത്രമല്ല അല്ലേ? നമ്മുടെ കുട്ടികള് രാവിലെ എവിടെയെങ്കിലും ഇറങ്ങിക്കഴിഞ്ഞാൽ അവർ തിരിച്ച് വീട്ടിലെത്തുന്നവരെ അമ്മയുടെ മനസ്സിൽ തീയായിരിക്കും അല്ലേ? എൻ്റെ മക്കൾക്ക് എന്ത് ആപത്ത് പണിയോ എന്നുള്ള കാര്യത്തിൽ. അതാണ് ഇവിടെ, എൻ്റെ കുട്ടികളെ ആരും പിടിച്ചിടല്ലേ എന്നാണ് പറഞ്ഞത്. അപ്പൊ വാത്സല്യ ചൂടിനാൽ നീറട്ടെ മുട്ടകൾ വാരുറ്റ തങ്കക്കൊടികളാവാൻ അല്ലേ? സ്നേഹത്തിന്റെ ചൂടിനാല് നീറട്ടെ മുട്ടകൾ, എന്നിട്ട് എന്താ പറഞ്ഞേ? വാരുറ്റ, ഭംഗിയുള്ള അല്ലെ, തങ്കക്കൊടികളാവാൻ. ഇതാണ് മഞ്ഞക്കിളിയില് പറഞ്ഞത്. അപ്പൊ മഞ്ഞക്കിളി കൂടുണ്ടാക്കുന്നത് പറഞ്ഞു, മുട്ടയുടെ കരുതൽ പറഞ്ഞു, അമ്മക്കിളിയുടെ സ്നേഹം പറഞ്ഞു. ഇതൊക്കെയാണ് അതില് പറഞ്ഞത്. ഓക്കെ, നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ ഈ പാഠം ഫിനിഷ് ചെയ്തതാണ്. അപ്പോ അന്ന് ആരോ രണ്ടുപേരോ മറ്റോ വായിച്ചുള്ളൂ അന്ന് ക്ലാസ്സിൽ പാഠം അല്ലേ? ഒന്നോ രണ്ടോ പേരെ വായിച്ചുള്ളൂ എന്ന് തോന്നുന്നു. അപ്പൊ അതിന് മുമ്പായിട്ട് നമുക്ക് എന്ത് ചെയ്യാം? ആ അർത്ഥം ഒന്ന് പറയാം. അപ്പൊ അത് കഴിഞ്ഞ് ആസ്വദിക്കേണ്ട പദങ്ങൾ എന്നൊക്കെ പറഞ്ഞതിലുണ്ട്. അപ്പൊ അതുകൂടി പറഞ്ഞിട്ട് നമുക്ക് ഇന്ന് വായിപ്പിക്കണം നിങ്ങളെ. കാരണം നിങ്ങൾ പുസ്തകം വായിക്കുന്നില്ലെങ്കിൽ നിങ്ങളോട് ഞാൻ ഓരോരാളോടും പറയും, എന്ത് വായിച്ചിട്ട് അതിൻ്റെ ഒരു ഓഡിയോ സെൻഡ് ചെയ്യണം എന്ന് പറയും. അത് കൃത്യമായി ചെയ്യുന്ന കുട്ടികൾ കൃത്യമായി ചെയ്യുന്നുണ്ട്, ചെയ്യാത്ത ഒരു കുട്ടിയും അതിനുശേഷവും ചെയ്യുന്നില്ല അല്ലേ? നമ്മൾ ഇവിടുന്ന് പറയുന്നുണ്ട് എന്നല്ലാതെ കൃത്യമായി ചെയ്യുന്ന കുട്ടികളുടെ കാര്യത്തിൽ ഞാൻ പറയുന്നില്ല, അവർ കൃത്യമായി ചെയ്യുന്നുണ്ട് ഏത് കാര്യമായാലും. അപ്പോൾ ചെയ്യാത്ത കുട്ടികൾ നിർബന്ധമായി ചെയ്യുക. അതുകൊണ്ടാണ് ഞാൻ ക്ലാസ്സിൽ അത് വായിപ്പിക്കുന്നത്. അപ്പൊ ഇന്നത് വായിക്കാം നമുക്ക് പാഠം. അപ്പൊ അതിനു മുമ്പായി അർത്ഥാണ്. അപ്പൊ എന്ത് ചെയ്യണം നിങ്ങള്? നമ്മള് തൊട്ട് മുന്നത്തെ പാഠത്തിന്റെ ക്വസ്റ്റ്യൻ ആൻസർ തന്നോ മിസ്? വികസനത്തിന്റെ ഏഷ്യൻ ഗെയിംസിന്റെ ഇല്ല അല്ലേ?
തന്നില്ല? അപ്പോൾ അത് സെൻഡ് ചെയ്ത് തരാം കേട്ടോ. ഓക്കെ, അപ്പോൾ അത് കഴിഞ്ഞതിന് ശേഷം ഇതിൻ്റെ അർത്ഥം നിങ്ങൾ നോട്ടിൽ എഴുതണം. ആ ക്വസ്റ്റ്യൻ ആൻസർ കംപ്ലീറ്റ് എഴുതിയതിന് ശേഷം അപ്പോൾ അർത്ഥം എഴുതണം. അതിൽ അർത്ഥം എന്നുള്ളതിൽ കുപ്പ എന്ന് പറഞ്ഞാൽ എന്താണ്? ചപ്പ് ചവറുകൾ കൂടിയിരിക്കുന്ന സ്ഥലത്തിനാണ് കുപ്പ പറയല് അല്ലേ? ഓ, കുപ്പക്കൂനകളും ചപ്പുകൾ നമ്മൾ പറയില്ലേ കാനകൾ എന്നെല്ലാം. ഇപ്പൊ വെള്ളം ഒഴുകുന്ന സ്ഥലമാണ് കാനകൾ. അതുപോലെ കുപ്പ പറഞ്ഞ എന്താ അർത്ഥം? ചപ്പ് ചവറുകള് കൂടിക്കിടക്കുന്ന സ്ഥലം, അതായത് വേസ്റ്റിൽ ഇങ്ങനെ അടിഞ്ഞു കിടക്കുന്ന സ്ഥലത്തിനെയാണ് കുപ്പ എന്ന് പറയുന്നത്. പിന്നെ പൈങ്കിളി, പച്ചക്കിളി, ഭംഗിയുള്ള കിളി. കൊക്ക്, ചുണ്ട്. വാരുറ്റ, നോട്ടിൽ എഴുതണം മോനെ. അതിന് മുമ്പായി നമ്മുടെ ക്വസ്റ്റ്യൻ ആൻസർ, കഴിഞ്ഞ പാഠത്തിന്റെ ക്വസ്റ്റ്യൻ ആൻസർ മിസ് തരുന്നത്രേ. അത് എഴുതി കഴിഞ്ഞതിന് ശേഷം ഈ അർത്ഥം എഴുതിയാൽ മതി നോട്ടിലേക്ക്. അപ്പൊ വാരുറ്റ, ഭംഗിയുള്ള. നമ്മൾ പഠിച്ചിട്ടുണ്ട് വാരുറ്റ തങ്കക്കൊടികൾ എന്നെല്ലാം പറഞ്ഞു. കഴിഞ്ഞ പാഠത്തിൽ നമ്മൾ പഠിച്ചിട്ടുണ്ട്, ആദ്യത്തെ പാഠത്തിൽ. ഓർമ്മയുണ്ടോ? വാരുറ്റ പറഞ്ഞ ഭംഗിയുള്ള എന്നാണ് അർത്ഥം. പഞ്ഞം, ദാരിദ്ര്യം. പഞ്ഞം, ദാരിദ്ര്യം. പഞ്ഞമാസമാണ് കർക്കിടക മാസം എന്ന് പറയുന്നത് കേട്ടിട്ടുണ്ടോ? ദാരിദ്ര്യമുള്ള മാസമാണെന്ന് അർത്ഥം. ഇനി ആസ്വദിപ്പിക്കേണ്ട പ്രയോഗങ്ങൾ എന്ന് പറഞ്ഞിട്ടുണ്ട് താഴെ അല്ലേ? അതില് അമ്പഴക്കൊമ്പത്തെ മാളിക, നമ്മളത് ക്ലാസ്സിൽ ഓൾറെഡി പറഞ്ഞു. അപ്പൊ എന്താണ് അമ്പഴക്കൊമ്പത്തെ മാളിക? മനോഹരമാണ് അല്ലേ? മനോഹരമാണ് മാളിക. അമ്പഴക്കൊമ്പത്ത് കലാഭംഗിയുള്ള കൂടുണ്ടാക്കിയിരിക്കുന്നു പക്ഷി. ആരും പഠിപ്പിച്ചു കൊടുത്തിട്ടല്ല പക്ഷി ഇത്ര ഭംഗിയുള്ള കൂട് കിട്ടുന്നത്. ജന്മവാസനയാണ് ഈ കരകൗശലം അല്ലേ? നെക്സ്റ്റ്, വാസന ഉത്സാഹം കൊള്ളവേ കുപ്പയിൽ നിന്നൊരു കൂട് ഭംഗി. കുപ്പ പറഞ്ഞാൽ നമ്മൾ പറഞ്ഞു ചപ്പ് ചവറുകൾ അടങ്ങി കൂടിക്കിടക്കുന്ന സ്ഥലം എന്ന് പറഞ്ഞു. അപ്പൊ കുപ്പയിൽ ജനിച്ച ആയാലും മാണിക്യം എപ്പോഴും അറിയപ്പെടുക തന്നെ ചെയ്യുന്നതാണ്. അപ്പോൾ അടിത്തട്ടിലായാലും നമുക്ക് വാസനയുണ്ടെങ്കിൽ നമ്മൾ എങ്ങനെയായാലും സൽകീർത്തി നേടും, പുറം ലോകം അറിയുന്നാണ് അതിൽ പറഞ്ഞത്. അപ്പൊ വാസനാശാലികൾ എത്ര അടിത്തട്ടിൽ ജനിച്ചവരായാലും ഉയർന്ന് സൽകീർത്തി നേടും. ഇവിടെ കിളി ആർക്കും വേണ്ടാത്ത വസ്തുക്കൾ ചേർത്ത് പണിയുന്ന കൂടിന്റെ ഭംഗി ഒന്ന് വേറെയാണ്. ആറ്റക്കിളിയുടെ കൂട് പോലെ മറ്റൊന്ന് പണിയാൻ മനുഷ്യന് സാധ്യമല്ലല്ലോ എന്നതിൽ പറയുന്നുണ്ട്. നെക്സ്റ്റ്, ഈ കൂടിന്റെ ഉള്ളറ അമ്മ തന്നുള്ളു പോലെ. അമ്മയ്ക്ക് മക്കളോടുള്ള സ്നേഹവും വാത്സല്യവും അളവറ്റതാണ്. അതായത് അതിനെ അളക്കാൻ പറ്റത്തില്ല എന്നർത്ഥം. അമ്മയുടെ മനസ്സ് പരിശുദ്ധമാണ് അല്ലേ? പരിശുദ്ധം എന്ന് പറഞ്ഞാൽ എന്താണ്? നിർമ്മലമാണ് അല്ലേ? ഒരു കളങ്കവും ഉണ്ടാവില്ല അമ്മയുടെ സ്നേഹത്തിന്. അതാണ് പറഞ്ഞത്. പിന്നെന്താ പറഞ്ഞേ? മഞ്ഞക്കിളിയുടെ കൂടിന്റെ അകവും അതുപോലെ തന്നെ അല്ലെ പരിശുദ്ധമാണെന്ന് അർത്ഥം. ഇനി ക്വസ്റ്റ്യൻ ആൻസർ ആണ്. ക്വസ്റ്റ്യൻ ആൻസറിൽ ഒന്നാമത്തെ എന്താണ്? മഞ്ഞക്കിളി തീർത്ത മാളിക എന്താണ്? എവിടെയാണ് ആ മാളിക പണിതത്? ആരാണ് ആൻസർ പറയുന്നത്? ചോദ്യം കേട്ടിട്ട് മഞ്ഞക്കിളി തീർത്ത മാളിക എന്താണ്? ടെക്സ്റ്റ് ബുക്കിൽ ഫസ്റ്റ് വൺ ക്വസ്റ്റ്യൻ. നിങ്ങൾ കാണുന്നില്ലേ? ഞാനേ കാണുന്നുള്ളൂ. മനസ്സിലായി. പഞ്ഞിയും തൂവലും പായലും വൈക്കോലും എവിടെയാണ് മഞ്ഞക്കിളി തീർത്ത മാളിക എന്താണ്? അതിനല്ലേ കൂട്. ആ, എങ്ങനത്തെ കൂട്? മനോഹരമായ മാളികയാണ് ഉണ്ടാക്കിയത്. അതെങ്ങനെയാ? എവിടെയാണ്? അമ്പഴക്കൊമ്പത്താണ് മഞ്ഞക്കിളി കൂടുണ്ടാക്കുന്നത് അല്ലേ? നെക്സ്റ്റ്, രണ്ടാമത്തെ ക്വസ്റ്റ്യൻ എന്താണ്? വീടിന് വെള്ള പൂശുന്നത് പോലെ പക്ഷിക്കൂടിന് വെള്ള പൂശേണ്ടതില്ല എന്ന് പറയുന്നത് എന്തുകൊണ്ടാണ്? അതത്രയും മനോഹരാണ്. പിന്നെ അതിന് വെള്ള തേക്കണ്ട ആവശ്യമില്ല അല്ലെ? കൂട് വളരെ മനോഹരമാണ്, അതുകൊണ്ട് തന്നെ അതിന് വെള്ള പൂശേണ്ട ആവശ്യമില്ല. പൈങ്കിളിയുടെ മുട്ടയെ രസക്കുടുക്ക എന്ന് പറയാൻ കാരണം എന്താണ്? മുത്തും പാലിനെ പോലെയുള്ള ആനന്ദപ്പാൽക്കടലാണ് അല്ലെ? അതുകൊണ്ട് തന്നെയാണ് പൈങ്കിളി മുട്ടയെ രസക്കുടുക്ക, ഒരു കൊച്ചു രസക്കുടുക്ക എന്ന് പറയുന്നത്. കിളിമുട്ടയ്ക്ക് ഉടക്കരുതെന്ന് കവി അപേക്ഷിക്കാൻ കാരണം എന്തുകൊണ്ടാണ്? അവരെ കണ്ണും കരളുമാണ് ആ മുട്ട അല്ലെ? അതുകൊണ്ട് തന്നെയാണ് കിളിമുട്ട ഉടയ്ക്കരുതെന്ന് കവി അപേക്ഷിക്കുന്നത്. അമ്മക്കിളിയുടെ പ്രാർത്ഥന ഏത് രൂപത്തിലാണ്? ചൂടിനാൽ നീരട്ട മുട്ടകൾ വാരുറ്റ തങ്കക്കൊടികളാണ്.
ആ എന്താണ് കാണാതെ ഒളിഞ്ഞു വന്ന ആരും ഇത് പിടിച്ചിടാൻ പാടില്ല, കൊണ്ടുപോകരുത് എൻ്റെ ഈ കുഞ്ഞിനെ എന്നാണ് അമ്മക്കിളിയുടെ പ്രാർത്ഥന. വാരിറ്റ തങ്കക്കൊടി എന്ന് വർണ്ണിക്കുന്നത് എന്തിനെയാണ്? മുട്ടകളെ അല്ലേ? വാരുറ്റ തങ്കക്കൊടികൾ എന്ന് വർണ്ണിക്കുന്നത്. പിന്നെ 7ാമത്തെ ക്വസ്റ്റ്യൻ കണ്ടോ നിങ്ങള്? താഴെ പറയുന്ന പ്രയോഗങ്ങൾ എന്തിനെ സൂചിപ്പിക്കുന്നു? അമ്പഴക്കൊമ്പത്തെ മാളിക ഏതാണ്? അമ്പഴക്കൊമ്പത്തെ മാളിക കൂട്. ആരെ കൂട്? കിളിയുടെ. മഞ്ഞക്കിളിയുടെ കൂട് അല്ലെ? മഞ്ഞക്കിളിയുടെ കൂടാണ് അമ്പഴക്കൊമ്പത്തെ മാളിക. നെക്സ്റ്റ് ബി, ശോഭനം ഈ ഭവനം. ശോഭനം ഈ ഭവനം അതേതാണ്? കിളിക്കൂട് തന്നെ, മഞ്ഞക്കിളിയുടെ കൂട് തന്നെയാണ്. അടുത്ത എന്താണ്? എന്തൊരു കൊച്ചു രസക്കുടുക്ക. എന്താണ്? അല്ലെ? കിളിമുട്ട. നെക്സ്റ്റ് ആനന്ദ പാൽക്കടൽ മുത്തുകൾ ഏതാണ്? കിളിമുട്ട. കിളിമുട്ട. അമ്മക്കിളിയുടെ കണ്ണും കരളും അതും അതെ, കിളിമുട്ട തന്നെ. നെക്സ്റ്റ് ഈ വിത്ത് കൂമ്പെടുത്തിടുവാൻ എന്ന് പറഞ്ഞ എന്താണ്? ഈ വിത്ത് മുട്ട വിരിയൻ അല്ലെ? മുട്ട വിരിയുകയാണ് അതിനെ പറയുന്നത്. നെക്സ്റ്റ് വാരുറ്റ തങ്കക്കൊടികൾ. ആരാണ് വാരുറ്റ തങ്കക്കൊടികള്? മഞ്ഞക്കിളിയുടെ പക്ഷി കുഞ്ഞുങ്ങളാണ് അല്ലെ? കുഞ്ഞുങ്ങളെയാണ് വാരുറ്റ തങ്കക്കൊടികൾ എന്ന് പറയുന്നത്. അതായത് പക്ഷി കുഞ്ഞുങ്ങള്. അത് നിങ്ങൾ അവിടെ എഴുതി വെച്ചോട്ടോ. 1ാമത്തെ എ മഞ്ഞക്കിളിയുടെ കൂടാണ്. 2 കിളിക്കൂട്. 3ാമത്തത് 7ാമത്തെ ആൻസറാ പറയുന്നത്. എന്തൊരു കൊച്ചു രസക്കുടുക്ക എന്താണ്? കിളിമുട്ട. ഡി ആനന്ദ പാൽക്കടൽ മുത്തുകൾ കിളിമുട്ട. അമ്മക്കിളിയുടെ കണ്ണും കരളും എന്താണ്? കിളിമുട്ട. ഈ വിത്ത് കൂമ്പെടുത്തിടുവാൻ മുട്ട വിരിയാൻ. വാരുറ്റ തങ്കക്കൊടികൾ പക്ഷിക്കുഞ്ഞുങ്ങൾ. ഒന്നും കൂടി പറയാം. ആദ്യത്തെ എഴുതിയോ? അമ്പഴക്കൊമ്പത്തെ മാളിക അത് മഞ്ഞക്കിളിയുടെ കൂട്. മഞ്ഞക്കിളി അല്ല, മഞ്ഞക്കിളിയുടെ കൂട്. മഞ്ഞക്കിളിയുടെ കൂട്. ശോഭനം ഈ ഭവനം. മഞ്ഞക്കിളിയുടെ കൂടന്നല്ല വിസ. കിളിക്കൂട്. നെക്സ്റ്റ് എന്തൊരു കൊച്ചു രസക്കുടുക്ക. കിളിമുട്ട. എന്തൊരു കിളിമുട്ട. ആനന്ദ പാൽക്കടൽ മുത്തുകൾ അതും കിളിമുട്ട. ആനന്ദപ്പാൽ കിളിമുട്ട. അമ്മക്കിളിയുടെ കണ്ണും കരളും കിളിമുട്ട. ഈ വിത്ത് കൂമ്പെടുത്തിടുവാൻ മുട്ട വിരിയാൻ. വാരുറ്റ തങ്കക്കൊടികൾ പക്ഷിക്കുഞ്ഞുങ്ങൾ. മുട്ട വിരിയാൻ എഫ്. ഈ വിത്ത് കൂമ്പെടുത്തിടുവാൻ എന്നല്ലേ? എഫ്. ലാസ്റ്റ് എഫിന്റെ മുട്ട വിരിയാൻ. അതാണ് പക്ഷിക്കുഞ്ഞുങ്ങള്. ഓക്കെ, ഫിനിഷ് ആയി കഴിഞ്ഞാല് ആരാ ഇത് വായിക്കാത്ത കുറെ കുട്ടികളുണ്ട് അല്ലെ? ആദിത്യൻ ഒന്ന് വായിച്ചേ. ആദിത്യൻ കഴിഞ്ഞ ക്ലാസ് ഉണ്ടായിരുന്നില്ല.
ആദിത്യൻ അൺമ്യൂട്ട് ചെയ്ത് വായിച്ചേ പാഠഭാഗം. ആദിത്യൻ സുനിൽകുമാർ കേൾക്കുന്നുണ്ടോ? ആദിത്യന് തൂവലും പായലും വൈക്കോലും പഞ്ഞത്തിൻ തുമ്പും തുരുമ്പും തേടി ദ്രാവക നൂലിനാലാവകയൊക്കെയും മാവതും ഭംഗിക്കായി ചേർത്തി. നാളുകൾ നാലുകൊണ്ടമ്പഴക്കൊമ്പത്തെ മാളിക തീർത്തുപോയി മഞ്ഞക്കിളി. ഉൾപ്പെടും വാസനയുത്സാഹം കുപ്പയിൽ നിന്നൊരു കൂടു പൊങ്ങി. വെള്ളത്തേപ്പെന്തിന് ഭദ്രമീ കൂടിന്റെ യുള്ളറ യമ്മത്താനുള്ളുപോലെ. മിന്നാമിനുങ്ങും വിളക്കിനടിയെ ശോഭനമീ ഭവനം. കൂട്ടരെ നോക്കുവിനമ്പഴക്കൊമ്പത്തെ കൂട്ടിലെ പൈങ്കിളി മുട്ടയിട്ടു. എന്തൊരു കൊച്ചുരസക്കുടുക്ക. യാനന്ദപ്പാൽക്കടൽ മുത്തുകൾ തന്നെയാണെന്നു തോന്നും. അമ്മക്കിളിയുടെ കണ്ണും കരളുമാ നീ മുട്ടയുടച്ചിടല്ലേ. നോമ്പുകളെത്രനാൾ നോക്കണമീ വിത്തു കൂമ്പെടുത്തിടിനീ കൊച്ചുപക്ഷി. മുട്ടിലമർന്നു തൻ കൊക്കു പുറത്തേക്കു നീട്ടി മിഴിയണ പൂട്ടിടാതെ പ്രാർത്ഥന ചെയ്യുന്നു പാവമീ പെൺകിളി. പാത്തുചെന്നാരും പിടിച്ചിടല്ലേ. വാത്സല്യ ചൂടിനാൽ നീറട്ടെ മുട്ടകൾ വാർത്ത തങ്കക്കൊടികളാവാൻ. നെക്സ്റ്റ് സായി കൃഷ്ണ. പാഠം 14 മഞ്ഞക്കിളി. പഞ്ഞിയും തൂവലും പായലും വൈക്കോലും പഞ്ഞത്തിൻ തുമ്പും തുരുമ്പും തേടി ദ്രാവക നാലാവകയൊക്കെയും ആവതും ഭംഗിയായി ചേർത്തിണക്കി. നാളുകൾ നാലുകൊണ്ടമ്പഴക്കൊമ്പത്ത് മാളിക തീർത്തുപോയി മഞ്ഞക്കിളി. ഉൾപ്പെടും വാസന ഉത്സാഹം കൊള്ളവേ കുപ്പിയിൽ നിന്നൊരു കൂടു പൊങ്ങി. വെള്ളത്തേപ്പെന്തിന് ഭദ്രമീ കൂടിന് യുള്ളറ യമ്മത്താനുള്ളുപോലെ. മിന്നാമിനുങ്ങും വിളക്കിനിലെന്തിയെന്നാലും ശോഭമീ ഭവനം. കൂട്ടരെ നോക്കുവിനമ്പഴക്കൊമ്പത്തെ കൂട്ടിലെ പൈങ്കിളി മുട്ടയിട്ടു. മുഴുമുഴുപ്പെന്തൊരു കൊച്ചു രസക്കുടുക്ക. മുട്ടകളില്ലിവ യാനന്ദപ്പാൽക്കടൽ മുത്തുകൾ തന്നെയാണെന്നു തോന്നും. അമ്മക്കിളിയുടെ കണ്ണും കരളുമാണീ മുട്ടയുടച്ചിടല്ലേ. നോമ്പുകൾ എത്രനാൾ നോക്കണമീ വിത്തു കൊച്ചുപക്ഷി. കൂട്ടിലമർന്നുതൻ കൊക്കു പുറത്തേക്കു നീട്ടി മിഴിയണ പൂട്ടിടാതെ പ്രാർത്ഥന ചെയ്യുന്നു പാവമീ പെൺകിളി. പാത്തുചെന്നാരും പിടിച്ചിടല്ലേ. വാത്സല്യ ചൂടിനാൽ നീറട്ടെ മുട്ടകൾ വാരുറ്റ തങ്കക്കൊടികളാവാൻ. ഓക്കേ, നെക്സ്റ്റ് മുഹമ്മദ് വായിച്ചാണോ? മുഹമ്മദ് കഴിഞ്ഞ ക്ലാസ്സില് എന്നാ ഹന്ന റോസ് വായിച്ചിന് വായിക്കാം. 14 മഞ്ഞക്കിളി. പഞ്ഞിയും തൂവലും പായലും വൈക്കോലും പഞ്ഞത്തിൻ തുമ്പും തുരുമ്പും തേടി ദ്രാവക നൂലിനാലാവകയൊക്കെയും മാവതും ഭംഗിയായി ചേർത്തിണക്കി. നാളുകൾ നാലുകൊണ്ടമ്പഴക്കൊമ്പത്ത് മാളിക തീർത്തു മഞ്ഞക്കിളി. ഉൾപ്പെടും വാസനയുത്സാഹം കൊള്ളവേ കുപ്പയിൽ നിന്നൊരു കൂടു പൊങ്ങി. വെള്ളത്തേപ്പെന്തിനു ഭദ്രമീ കൂടിന്റെ യുള്ളറയമ്മ തന്നുള്ളുപോലെ. മിന്നാമിനുങ്ങും വിളക്കിനെന്തിയൻ എല്ലാം
ശോഭനമീ ഭവനം. കൂട്ടരെ നോക്കുവിൻ അമ്പഴ കൊമ്പത്തെ കൂട്ടിലെ പൈങ്കിളി മുട്ടയിട്ടു. എന്തു മെഴുമെഴുപ്പെന്തു മുഴുമുഴുപ്പെന്തൊരു കൊച്ചു രസക്കുടുക്ക. മുട്ടകളല്ലിവയാനന്ദ പാൽക്കടൽ മുത്തുകൾ തന്നെയാണെന്നു തോന്നും. അമ്മ കിളിയുടെ കണ്ണും കരളുമാണീ മുട്ട മുട്ടയുടച്ചിടല്ലേ. നോമ്പുകൾ എത്ര നാൾ നോക്കണം ഈ വിത്ത് കൂമ്പെടുത്തിടാൻ കൊച്ചു പക്ഷി. കൂട്ടിലമർന്നുതൻ കൊക്കുപുറത്തേക്ക് നീട്ടി മിഴിയണ കൂട്ടിടാതെ. പ്രാർത്ഥന ചെയ്യുന്നു പാവമീ പെൺകിളി പാത്തു ചെന്നാരും പിടിച്ചിടല്ലേ. വാത്സല്യ ചൂടിനാൽ നീരട്ടെ മുട്ടകൾ വാരിട്ട തങ്കക്കോടികളാവാൻ. പച്ചക്കുരുത പൈലോപ്പള്ളി. ഓക്കെ, സൂപ്പർ ആയിട്ടുണ്ട് ഹന്ന. നെക്സ്റ്റ് ആരാ പാടുന്നത്? വെറുതെ ഓടാം. ഞാനൊന്ന് ലക്ഷ്മി പ്രിയ എന്ന് വായിച്ചാണോ വായിച്ച അന്ന്? അതുലും അതിൽ വായിച്ചാണോ? ഗ്രേസ്, റിഹാനി, ജോസി. ഗ്രേസ് എവിടെ? ഗ്രേസ് വീഡിയോ ഒന്ന് ഓൺ ചെയ്ത. ഗ്രേസ് ഗ്രേസ് ഇല്ല. ഉണ്ട്. ഗ്രേസ് ഗ്രേസ് ഇല്ല അവിടെ. റിഹാൻ വായിച്ച. റിഹാനെ സമയം കഴിഞ്ഞു. 1 മിനിറ്റേ ഉള്ളൂ, അതിന് വായിക്കാൻ സമയമില്ല. ഓക്കെ, നമുക്ക് അടുത്ത ക്ലാസ്സിൽ എല്ലാവർക്കും കൂടി ഞാൻ വായിപ്പിക്കും. എന്തായാലും വായിക്കാണ്ട് ഒപ്പിക്കാന്ന് ആരും വിചാരിക്കണ്ട, എല്ലാവരെ കൊണ്ടും വായിപ്പിക്കും. ഓക്കെ, ബൈ. ഓക്കെ, അതുകൊണ്ട് എല്ലാവരും വായിച്ച് പഠിച്ചിട്ട് വരുക. ബൈ. ഇപ്പാണോ വരാൻ സമയം കണ്ടത്?